കല്യാണം കഴിഞ്ഞ് വിട്ടുപോയ പെൺകുട്ടികളൊക്കെ വീട്ടിൽ വരുമ്പം അവരോട് മിണ്ടാതിരിക്കുന്ന സ്ത്രീകളെ, അതായത് അങ്ങനെ മിണ്ടാതിരിക്കുന്ന വീട്ടിലുള്ള കുടുംബനാഥകളെ എന്ത് വിളിക്കണം എന്ന് കൂടി ഒരു അഭിപ്രായം നിങ്ങൾ പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും സംശയമാണ് ഈ വീട് സ്വന്തമാണോ എന്ന്. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളപ്പം അങ്ങനെ ഒരു വീക്കെൻഡ് വന്നിരിക്കുകയാണ്. ഇനി 2 ദിവസം അവധിയൊക്കെയാണ്. സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. നാളെ എങ്ങനെ ഉറങ്ങാൻ പറ്റും? എങ്ങനെ ഉറങ്ങും? എങ്ങനെ വല്ല 6:30 വിളിച്ച് എണീപ്പിക്കുമോ? ആ, ഞാൻ ഉറങ്ങണ 1 മണിയായിട്ടാണോ? മൊബൈൽ കേൾക്കൂലോ. ഞാൻ ഉറക്കം വരുന്നോളം വരെ മൊബൈൽ നോക്കി കിടന്നിട്ട് ഉറക്കം വരുമ്പോൾ മൊബൈൽ അങ്ങ് ഓഫ് ചെയ്യും. ഒറ്റ ഉറക്കമായിരിക്കും. പുറം വേദനെടുക്കുക. സത്യത്തിൽ എനിക്കിപ്പോൾ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രായത്തിൻ്റെതായ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. 40. 1985 ജനിച്ച എനിക്ക് പ്രായമായില്ല സുഹൃത്തുക്കളെ. 85? അയ്യോ, ഭയങ്കര രക്ഷയില്ലാത്ത നൊമ്പരങ്ങളാണ്. ഞങ്ങളപ്പോൾ വന്നിരിക്കുന്നത്, കുറച്ച് പേര് കമൻറ്റുകൾ വീണ്ടും റിപ്പീറ്റ് അടിച്ചിടുന്നുണ്ട് കേട്ടോ. അതിന് കുറച്ച് റിപ്ലൈ ഒക്കെ കൊടുക്കാം. പിന്നെ നമ്മുടെ പുതിയ വിശേഷങ്ങളൊക്കെ പറയാം. ഇന്നലെ പറഞ്ഞു വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബിന്ദു സ്ട്രീംസ് എന്ന്. അപ്പോൾ കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ പറയാം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഒരു കമൻറ്റ് പറയാം. ഇങ്ങനെ ഇരിക്കാം. ആ ഇരിപ്പൊരു സുഖമില്ലല്ലോ. ആദ്യം ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കട്ടെ. നിങ്ങളെങ്ങനെയാണ്? ചമ്പറം പടിഞ്ഞാണോ ഇരിക്കുന്നത്, അതോ ചെരിഞ്ഞാണോ ഇരിക്കുന്നത്, കസേരയിലാണോ ഇരിക്കുന്നത്, കട്ടിൽ കാല് നീട്ടിയാണോ ഇരിക്കുന്നതെന്നൊക്കെ പറയണേ. ചുമ്മാ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാവേ. ശരിക്കും നമ്മളൊരു വീട്ടിൽ പോയാൽ ആ വീട്ടുകാർ നമ്മളോട് മിണ്ടിയില്ലെങ്കിൽ നമുക്ക് അവിടെ പോകാൻ തോന്നും? പോകാൻ തോന്നുമല്ലോ. പിന്നെ ഒരു നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ പോകും, അല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ നിവൃത്തിയില്ലാതെ അങ്ങനെ പോകേണ്ടുന്ന സാഹചര്യമൊക്കെ വന്നു പോയാൽ പിന്നെ എന്താ ചെയ്യുക? പിന്നെ ഒരു കാര്യമുണ്ട്. എന്തുവാ പറ. അങ്ങനെ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇടപെട്ടിട്ട് നമ്മളോട് മിണ്ടാതിരിക്കുന്നവരെ എന്ത് വിളിക്കണം? എനിക്ക് തന്നൊരു കമൻ്റാണ്, ഒരു പെങ്കൊച്ചിട്ടൊരു കമൻ്റാണ് കേട്ടോ. ആ പെങ്കൊച്ചിന് ഒരു വീട്ടിൽ എന്താ കാരണം എന്നൊന്നും വ്യക്തമായിട്ടൊന്നും എന്നോട് പറഞ്ഞില്ലേ. ആ പെങ്കൊച്ചിന് ആ വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ ചെന്നാൽ ആരും മിണ്ടാറില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവിടെ റിലേറ്റീവ്സാണോ താമസിക്കുന്നത് അതോ പരിചയക്കാരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, റിലേറ്റീവ്സാണ് താമസിക്കുന്നത്. പക്ഷെ അവിടെ പോയേ പറ്റത്തുള്ളൂ. കാരണം അവിടെ വയ്യാതെ കിടക്കുന്ന ഒരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മക്ക് കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവിടെ പോകണം. പക്ഷേ അവിടെയുള്ള ആ കൊച്ചിൻ്റെ ഒരു റിലേറ്റീവ്, അവിടുത്തെ ഒരു കുടുംബനാഥ ആ കൊച്ചിനോട് മിണ്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അങ്ങനെ വീട്ടിൽ വരുന്നവരോട് നമ്മൾ എത്ര ശത്രുക്കളാണെങ്കിലും വീട്ടിൽ വരുന്നവരോട് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുന്നില്ല, കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തി നല്ല കുടുംബത്തിൽ ജനിച്ചതൊന്നും ആവത്തില്ല. അല്ലെങ്കിൽ ആ വ്യക്തി വളർന്നത് നല്ല കുടുംബ ബന്ധത്തിലെ ഒരു സാഹചര്യത്തിൽ അല്ലായിരിക്കും. കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണ് എങ്കിൽ കാരണമുണ്ടാക്കി ആരോടും മിണ്ടാതിരിക്കില്ല. കുടുംബ ബന്ധങ്ങളെല്ലാം മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്ന് ചിന്തിക്കുന്നവരാണ് എങ്കിൽ 1000 കാരണങ്ങൾ
മിണ്ടാതിരിക്കാനുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കാരണം, ഏതെങ്കിലും ഒരു നന്മ ഓർത്തിട്ട് മറ്റുള്ളവരോട് കയറി വരുന്നവരോട് സംസാരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തേക്കുക, മിണ്ടില്ലാത്തവരെ അങ്ങ് അവോയ്ഡ് ചെയ്തേക്കുക. പിന്നെ അവരോട് അവരിങ്ങോട്ട് മിണ്ടി വന്നാൽ പോലും തിരിച്ച് മിണ്ടാനായിട്ടോ പ്രതികരിക്കാനായിട്ടോ നിൽക്കരുത്. അങ്ങനെയുള്ളവർ നല്ല ഒരു കുടുംബത്തിൽ പിറന്നവരല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുത്തേനെ. അങ്ങനെയുള്ളവർ നല്ല കുടുംബത്തിൽ പിറന്നവരും അല്ല. അവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ലോകത്തിനി അവരില്ല. അപ്പം അങ്ങനെ പറഞ്ഞു. അത് ശരിയാണോ എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ വീട്ടിൽ വരുന്നവരോട്, അതിഥികളോട്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് വിട്ടുപോയ പെൺകുട്ടികളൊക്കെ വീട്ടിൽ വരുമ്പം അവരോട് മിണ്ടാതിരിക്കുന്ന സ്ത്രീകളെ, അതായത് അങ്ങനെ മിണ്ടാതിരിക്കുന്ന വീട്ടിലുള്ള കുടുംബനാഥകളെ എന്ത് വിളിക്കണം എന്ന് കൂടി ഒരു അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നി. അങ്ങനെ ഒരു അനുഭവം ഞാനുമായിട്ട് പങ്കുവച്ചപ്പം നമുക്ക് എന്താണെങ്കിലും അത് ഇങ്ങനെയൊന്ന് പറയണം. ഇങ്ങനെയുള്ള ഒരുപാട് പേരൊന്നും സമൂഹത്തിൽ ഉണ്ടാവില്ല. വളരെ വിരലിൽ എണ്ണാൻ പോലും ഉണ്ടാവില്ല. ലക്ഷത്തിൽ ഒരാളെങ്കിലൊക്കെ ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമകളാവുള്ളൂ എന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ സ്വർണത്തെക്കുറിച്ചായിരുന്നു. പെൺകുട്ടികൾക്ക് വീട്ടുകാർ കൊടുക്കുന്ന സ്വർണം അവർക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം എന്നുള്ള ഹൈക്കോടതിയുടെ ഒരു പരാമർശത്തെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടാണ് ഞാൻ ഇന്നലൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, എല്ലാത്തിനും ഈ സ്വർണത്തിനും ഒക്കെ ഉപരിയായിട്ട് ആൺകുട്ടികൾക്കും കൊടുക്കേണ്ടത് വിദ്യാഭ്യാസമാണ്. ഒരു ജോലി വേണം, അതിനുശേഷം മതി കല്യാണം എന്നൊക്കെ ഇട്ടു. അതിനെ പിന്തുണച്ചുകൊണ്ട് എനിക്ക് കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അൻഷ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഇന്നലത്തെ വീഡിയോയ്ക്ക് ആൻസ് വിട്ട പാവാണെന്നും പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടനിൽ നിന്നും അവൻ നല്ലൊരു അച്ഛൻ്റെ ഒരു സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്, ചേട്ടനത് കൊടുക്കണം എന്നും പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ ആയിട്ട് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അതിൻ്റെ സ്നേഹം കൊടുക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻസ് മോൻ പാവമാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഈ അൻഷ മഞ്ജു എന്നാണ് കേട്ടോ പേര്. എൻ്റെ കാര്യം എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്. 2 പെൺമക്കളാണ്, ഒരു മോനും ഉണ്ട്. എനിക്ക് 2 പെൺമക്കളാണ്, ഒരു മോനും ഉണ്ട്. എൻ്റെ പേര് മഞ്ജു. ടീച്ചറിൻ്റെ എല്ലാ വീഡിയോസും എനിക്ക് വളരെ ഇഷ്ടമാണ്. ടീച്ചറും കുടുംബവും എന്നും ഇതുപോലെ സന്തോഷമായിരിക്കാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചേട്ടനെക്കുറിച്ച് ശാലിനി മധു പറഞ്ഞിട്ടുണ്ട്, മനസ്സ് മുഴുവൻ നന്മയുള്ള പാവം നാട്ടിൻപുറത്തുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൻപുറത്തുകാരനാണെങ്കിൽ ഗൾഫിലൊക്കെ പോയി കിടന്നു വന്ന യോയോ പയ്യനാണ് കേട്ടോ. എന്തോരം രാജ്യങ്ങളൊക്കെ കണ്ടു വന്ന ടീമാ. അനുഭവങ്ങളില്ലേ സൗദി? സൗദിയിൽ പിന്നെ എന്നാന്ന് വെച്ചാൽ അവിടെ വെച്ച് തന്നെ പല രാജ്യത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ എന്തോരം രാജ്യക്കാരെ വന്ന സൗദി ജോലിക്ക് വന്നെന്നല്ലോ പറയാൻ വരെ പറ്റില്ല. സൗദി അത്രയും ഇതുണ്ട്. അങ്ങനെ അങ്ങനെ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു ഇത് കിട്ടും. നമുക്ക് ഒത്തിരി ആൾക്കാരായിട്ട് ബന്ധങ്ങൾ അന്ന് അവിടെയുള്ള ബന്ധങ്ങൾ നമുക്ക് കിട്ടും. എത്ര രാജ്യക്കാരുണ്ട് അടുത്ത്. ചേട്ടന് ഒരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാല് ഇന്ത്യയിൽ വർക്ക് ചെയ്താലോ അല്ലെങ്കിൽ കേരളത്തിൽ വർക്ക് ചെയ്യാതാലോ കിട്ടാത്ത ഒരു കാര്യം ചേട്ടന് കിട്ടിയിട്ടുണ്ട്. എന്താ? സൗദിയിൽ വർക്ക് ചെയ്തത് മൂലം. സൗദി വർക്ക് ചെയ്തത് ഒത്തിരി രാജ്യത്തുള്ള ആൾക്കാരുമായിട്ട് കുറേ രാജ്യത്തെ ആൾക്കാരുമായിട്ട് പരിചയം, കുറേ സംസ്കാരങ്ങൾ, അവരുടെ ഫുഡ് അല്ലേ, അങ്ങനെയായിട്ട്. അത് വെച്ചാൽ ഗൾഫിലൊക്കെ പോയവർക്ക് പിന്നെ വലിയ ജാതി മതമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇങ്ങനെ ഗൾഫ് കൺട്രീസിൽ പോകുന്നതിലൂടെ. അവിടെ ചെന്നാൽ എല്ലാവരും മനുഷ്യരാ അല്ലേ? വലിയവനോ ചെറിയവനോ വെളുത്തവനോ കറുത്തവനോ പാകിസ്ഥാനിയോ. അപ്പൊ ഈ സുഡാനികൾ ഏറ്റവും കറുപ്പല്ലേ? സൗദികൾ തന്നെ ഉണ്ട് കറുത്തവർക്കാരുണ്ട്. നല്ല കരിക്കട്ടാണ് ഇരിക്കുന്നവരാ. സുഡാനികളും അങ്ങനെ തന്നെയാണ്. നല്ല കറുപ്പാണ്, നല്ല കറുത്ത വർക്കാരാ. ഒന്നും അതിന്റെ കാര്യമില്ല. അവരൊക്കെ ഈ സുഡാനികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സുഡാനി ഡോക്ടർമാരൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്, സ്നേഹമുള്ളവരാ. അവർ പറയല്ലോ
ഈ ഇന്ത്യക്കാരെ നേഴ്സുമാരെ ഏറ്റവും ഒരു ഡോക്ടറിൻ്റെ ഫലം ചെയ്യുന്നു പറയും. എന്നുവെച്ചാൽ അത്രയും പഠിച്ച് മലയാളികൾ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ഡോക്ടർമാർ പറയും ഒരു ഡോക്ടറിൻ്റെ ഫലമുണ്ട്, അല്ല ജോലി ചെയ്യാൻ അറിയാം, അത്രയും അറിവുണ്ട് മലയാളികൾക്ക്, അത്രയും അറിവ്, നല്ല അറിവെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള അനുഭവ സമ്പത്തുള്ള ഒരു പാവം നാട്ടിൻപുറത്തുകാരൻ. പിന്നെ ചോദിച്ചിട്ടുണ്ട്, പിന്നെ വന്ന കമൻസ് ആണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മളിപ്പോൾ ചേട്ടന് കുടുംബസ്വത്ത് കിട്ടിയ സ്ഥലം കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അല്ലേ ചേട്ടാ? അപ്പോൾ എല്ലാവർക്കും സംശയമാണ്, ഞാൻ എങ്ങനെ ഇരുന്നാണ് ശരിയാണ്, അപ്പോൾ എല്ലാവർക്കും സംശയമാണ് ഈ വീട് സ്വന്തമാണോന്ന്. അത് ചോദ്യമാണ്. അതിൻ്റെ അത് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലായില്ല. ഒരു വീട് പണിയാന്ന് പറഞ്ഞില്ലേ? അല്ല, ഇപ്പം അങ്ങനെ ഇപ്പോൾ ഇത് പറയാൻ പറ്റില്ല. വീട് പണിയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീടുണ്ടെന്ന് പറഞ്ഞാൽ വേറെ വീട് പണിയാൻ പാടില്ലേ? പണിയാം. ഈ വീട് സ്വന്തമാണ്, സ്വന്തം പണിതാണ്. ഇനിയിപ്പോൾ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്, ഒരു വീട് പണിയണമെന്ന്. അത് അവിടെ തറവാടിൻ്റെ അടുത്ത് പണിയണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തമ്പുരാൻ സഹായിക്കുവാണെങ്കിൽ പണിയും. ഇതേതാ സ്വന്തം വാടകയ്ക്കൊന്നുമല്ല, സ്വന്തം വീട്ടിലാണ്. ചേട്ടന് വാടകയ്ക്കെടുക്കേണ്ട അവസ്ഥ വരില്ലല്ലോ. വാടകയ്ക്കൊന്നുമല്ല, അല്ല സ്വന്തം ആണോ എന്ന് ചോദിച്ചിട്ടാണ് പറഞ്ഞില്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഈ വീട് സ്വന്തമാണോന്ന് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ വീട് സ്വന്തമാണ്, ഈ സ്ഥലം സ്വന്തമാണ്, കുടുംബസ്വത്വം ഒന്നുമല്ല. ചേട്ടൻ അങ്ങ് മണലാരണ്യത്തിൽ പോയി കിടന്ന് പണിതുണ്ടാക്കി ചൂടും, എത്ര ഡിഗ്രി ചൂടോ? 45 ഭയങ്കര ചൂടിൽ പോയി. വർക്ക്ഷോപ്പ് വർക്ക് കൂടിയായിരുന്നു, വർക്ക്ഷോപ്പ് നടത്തുമായിരുന്നു. അപ്പം അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കാമല്ലോ. എ സിക്കകത്ത് കയറി ഇരിക്കുകയല്ല എന്നുള്ള കാര്യം. അത് അന്നത്തെ 90s തുടക്കത്തിലാണ് ചേട്ടൻ സൗദി പോകുന്നത്. അന്നത്തെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. 93 അപ്പം അന്നത്തെ അവസ്ഥ ഇന്നത്തെ പോലെ ഒന്നും പുരോഗമനം വന്നിട്ടില്ല, ഫോണില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ താമസിക്കുന്നത് പോലും നമ്മുടെ ഇപ്പോഴത്തെ ഷെഡെന്ന് പോലും അറിയാൻ പറ്റില്ല അല്ലേ? റൂമാണ്. ഇവിടുത്തെ നമുക്ക് വാർക്ക അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഈ ഭിത്തി പറഞ്ഞിട്ട് മുകളിൽ ഈ കഴയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലൈവുഡ് ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ മണ്ണ് വാരിയിടുകയാണ്. പിന്നെ അല്ലെങ്കിൽ സിമെൻറ്റ് ഇത് കുറച്ചങ്ങിടും. അപ്പോൾ ഇതാവൂല. അപ്പോൾ നനയൊന്നുമില്ല. ചിലപ്പോൾ ചിലതൊക്കെ നനയൊന്നും വരും. പിന്നെ ആയിക്കുമ്പോഴത്തേനും വാർക്കയായി സംഗതി. ഉണ്ട്, വാർക്ക ഉണ്ട്. പക്ഷെ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ടോ? ഇല്ല. ഫ്ലാറ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. നിങ്ങള് താമസിക്കുന്നിടത്തോ? അവിടെ അല്ല, ഹൈലിൽ ഇഷ്ടം പോലെ ഉണ്ട് ഫ്ലാറ്റൊക്കെ ഉണ്ട്. അല്ല, ഞാൻ അവിടെ നമ്മള് മലയാളികൾക്ക് അവിടെ ഫ്ലാറ്റ് വകുപ്പൊന്നുമില്ല. അവിടെ പോയി നമുക്ക് വേറെ രാജ്യക്കാർക്ക് അവിടെ വീട് പണിയാനോ അല്ലെങ്കിൽ അതിപ്പോഴും ഇല്ല സൗദിയിലൊന്നും. നിയമം വന്നു എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയില്ല. ഇല്ല, സൗദിയിലൊന്നും പോയി നമുക്ക് അവിടെ ഗ്രീൻ കാർഡൊന്നും കിട്ടൂല. നമ്മൾ ജോലി ചെയ്യുക, പറഞ്ഞു വിട്ടേക്കും പോകാൻ. ഇത് സിറ്റികളിലൊക്കെ ഉണ്ട് ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിലല്ലേ ഇവർ വാടകയ്ക്ക് താമസിക്കണേ, അവിടുത്തെ മലയാളികളൊക്കെ വാടകയ്ക്ക് താമസിക്കണേ ഫ്ലാറ്റ്. പക്ഷെ നമുക്ക് പോയിട്ട് അവിടെ സ്ഥലം വാങ്ങാനോ അവിടെ വിൽക്കാനോ അവിടെ പോയി കെട്ടിടം പണിയാനോ കെട്ടിടം മറച്ചു വിൽക്കാനോ വണ്ടി മേടിക്കാൻ തോന്നുന്നു. നമ്മുടെ വണ്ടി മേടിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. അന്ന് ഇല്ല, വണ്ടി മേടിക്കാം. അല്ല, അന്നൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്തൊക്കെ അന്നൊക്കെ നമ്മുടെ സൗദിയുടെ പേരിൽ വണ്ടി മേടിക്കണം. അത്രയും സൗദിയുടെ പേരിന്റെ. പിന്നെ ഇപ്പം മാറ്റം വന്നു എനിക്ക് തോന്നുന്നു. ഇപ്പം പെണ്ണുങ്ങൾക്ക് ലൈസൻസ് ചേട്ടൻ അവിടെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കി വാങ്ങിയതാണ് ഈ 64 സെന്റ് സ്ഥലവും അതിലൊരു വീടും ഉണ്ടാക്കി. അങ്ങനെ പിന്നെ കുടുംബസ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ പിന്നെ ഒരു ചോദ്യമുണ്ട്, കട നിർത്തിയോ? എന്താ ഇത്രയും കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ തരുന്നുണ്ടല്ലോ, കട നിർത്തിയിട്ട് എന്ന് ചോദിച്ചിട്ട് എന്നെ മറുപടി തരാത്ത, എന്താ കട നിർത്തിയെന്ന്? നമ്മളിതിന് മറുപടി കട നിർത്തിയിട്ട് ഇപ്പം ഒരു കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞു ചേട്ടാ.
ഓണത്തിന് നമ്മൾ തുറന്നില്ല എന്നുള്ളൂ. ഓണം കഴിഞ്ഞ പിന്നെ നമ്മൾ കട നിർത്തിയത്. ആ അതന്നെ, ഓണത്തിന് തുറന്നില്ല, ഓണം പ്രമാണിച്ച് തുറന്നില്ല, അത് കഴിഞ്ഞ കട നിർത്തിയത്. എന്നാണെങ്കിലും അത് പോട്ടെ. നമുക്ക് എന്താണെങ്കിലും കട നിർത്തിയ കാര്യം നമ്മൾ പല വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ കുടുംബസ്വത്ത് കിട്ടിയിരിക്കുന്നതിനകത്ത് കന്നാല നടാനായിട്ട് കൊടുത്തേക്കുമായിരുന്നു. എത്രയോ വർഷമായത്? എത്ര വർഷമായി? 40 മാസം. അങ്ങനെ അത് നടത്താനായിട്ട് കന്നാല കൃഷി പൈനാപ്പിളിന് കൊടുത്തേക്കുമായിരുന്നു. അതിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇനിയിപ്പം അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട്. പിന്നെ ബേക്കറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ചെറിയ കടയായിരുന്നല്ലോ, നമുക്ക് അതുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരല്ലോ. പിന്നെ ചേട്ടനാണേലും അവിടെ ഇരുന്നിരുന്ന് ഞാൻ മടുത്തു, വയറ് ചാടുക, അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ചേട്ടന് വേറെ എന്തെങ്കിലും പണ്ട് ഫാം ഉണ്ടായിരുന്നതാണ് ചേട്ടന്. കുറേ ആടുകളും മുയലൊക്കെ ഉണ്ടായിരുന്നു, പോത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് പതുക്കെ അതിലേക്ക് പോകണം എന്നാണ് താല്പര്യം. അപ്പോൾ പിന്നെ കടയും കൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കട നിർത്തിയത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നെയ്ശ്ശേരി പോയി താമസിക്കണം എന്നുള്ളൊരു പ്ലാനിങ് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇൻഷാ അല്ലാഹ് ദൈവം സഹായിച്ചാൽ നമുക്ക് പോകാം. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ 6 മാസമല്ല, ദൈവം സഹായിച്ചാൽ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ പോകാം. പിന്നെ എനിക്ക് കൂടുതലും വരുന്നത് അടുക്കള അടുക്കി പറക്കി വെക്കുമെന്ന്. എത്രയൊക്കെ നമ്മൾ വെച്ചാലും നമ്മളെപ്പോഴും എടുക്കുന്ന കുറച്ച് പാത്രങ്ങൾ അവിടെ കാണും. പിന്നെ ഒരുപാട് വലിയ സ്ലാമ്പൊന്നും അല്ല നമ്മളെ. അപ്പോൾ എന്നാലും പാത്രങ്ങൾ ഇച്ചിരി അടുത്തടുത്തൊക്കെ ആയിട്ട് ഇരിക്കും. പിന്നെ എപ്പോഴും നമ്മളെടുത്ത് ഈ വെക്കുന്ന എല്ലാം കറി വെച്ച പാത്രങ്ങൾ, അത് കറികളൊക്കെയാണ് നിരന്നിരിക്കുന്നത്. അത് നമുക്ക് പിന്നെ വേറെ എങ്ങനെ ഒതുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി നിങ്ങൾ നോക്കിക്കോ, ഞാൻ പുതിയ വീട് പണിത് കഴിയുമ്പോൾ, ഇല്ല ചേട്ടാ, നമ്മൾ പുതിയ വീട് പണിത് കഴിയുമ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ, ഇത് 25 വർഷം പഴയ അടുക്കളയാണേ. അപ്പോൾ പാത്രങ്ങളെല്ലാം കാണുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 25 വർഷം പുറകിലേക്ക് നോക്കുമ്പം എല്ലാവരുടെയും വീട്ടിലെ അടുക്കളകളും എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അന്നത്തെ ഫാഷൻ ഇതായിരുന്നു. ഇപ്പോൾ ഓപ്പൺ കിച്ചണായി, അടുക്കളക്കെല്ലാം അടപ്പായി, വാർഡ്രോബായി, എല്ലാം മൂടിക്കെട്ടിയ അവസ്ഥയിലേക്കൊക്കെ ആയി. അപ്പം നമ്മളിനി പുതിയ വീട് പണിയുമ്പോൾ ചേട്ടനെ അവിടെ എല്ലാം കീബോർഡൊക്കെ വെച്ച് തരാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പുതിയ വീട് പണിയുമ്പോൾ അതിൻ്റെ രീതി പണിയില്ലേ? ചേട്ടൻ്റെ ഒരാഗ്രഹമാണ് പുതിയ രീതിയിൽ പുതിയ മോഡലൊരു വീട്. പിന്നെ ഇപ്പം നമ്മുടെ വീടിനോട് ചേർന്ന പോർച്ച്, സെപ്പറേറ്റ് ഒരു പോർച്ച്. പിന്നെ എന്നാ വലിയ ആഡംബരമില്ലാത്ത രീതിയിൽ ചെറിയ വീട്. ആഡംബരമൊന്നും വേണ്ട. എനിക്കൊരു റൂം ഡ്രസ്സ് വയ്ക്കാനും ഒരു റൂം പുസ്തകം വയ്ക്കാനും എനിക്ക് വേണം. ഞാനിനി വേറെ വീടൊന്നും പണിയണില്ലല്ലോ. അപ്പൊ പിന്നെ പണിയണേന്ന് കുറച്ച് ഭാഗം എനിക്ക് താ, അല്ലേ? എഴുതിയൊന്നും തരണ്ട. എനിക്ക് എനിക്ക് 2 റൂം തന്നാ മതി. ഒരു ഡ്രസ്സ് വെക്കാനും പറഞ്ഞ പുസ്തകം വെക്കാനും കിടക്കണം. ഞാൻ എവിടെയെങ്കിലും എനിക്ക് വലിയൊരു ആഗ്രഹമാണ് പുസ്തകങ്ങൾ വെക്കാനായിട്ട് റൂം. അപ്പം അതാണ് ഒരു കമൻറ്റ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ പുതിയ വീട് പണിയുന്നത് കേട്ടോ, നമ്മുടെ കോഴികളെ ആടുകളെയൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് വിഹരിക്കാൻ വിടാനായിട്ട്. പിന്നെ ഒരു കമൻറ്റ് വന്നു, ഇപ്പം താമസിക്കുന്ന സ്ഥലമാണ് നല്ലത്, മറ്റേ സ്ഥലം അത്ര ഭംഗി പോരാന്ന് പറഞ്ഞ്. ഇപ്പം താമസിക്കുന്ന വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ മലകളൊക്കെ അല്ല ചേട്ടാ. പക്ഷെ ഇപ്പം താമസിക്കുന്ന വീടിൻ്റെ ഭംഗിയൊക്കെ പോകും. ഓപ്പോസിറ്റ് കുറേ വീടുകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് മലയെങ്കിലും അത് കാണില്ല. 2 നില 3 നിലയൊക്കെ ആൾക്കാർ പണിയും. ചിലപ്പോൾ ഫ്ലാറ്റ് വരെ പണിതതും ഇരിക്കും ഭാവിയിലേക്ക്. അതെല്ലാം പ്ലോട്ട് തിരിച്ച് വിൽക്കാനിട്ടേക്കുന്നതല്ലേ. അപ്പം അതൊന്നും നടക്കത്തില്ല കേട്ടോ. ഇതാ അവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നടുവോ കൃഷി ചെയ്യുവോ ഫാമോ കോഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തുടങ്ങാമല്ലോ. അപ്പം എനിക്ക് അങ്ങനെ കുറച്ച് പ്ലാവൊക്കെ നടണം, കുറച്ച് വേരയൊക്കെ ഇടണം, പിന്നെ കുറച്ച് ചാമ്പയൊക്കെ നടണം, അതൊക്കെ പറിച്ച് തിന്നണം എന്നൊക്കെ നടക്കുമാവോ എന്തോ എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും. ആരാണ്ട് വരും, എല്ലാം ശരിയാവും. അതാണ് നമുക്കൊരു കമൻറ്റ് വന്നതേ. പിന്നെ നമുക്ക് വന്ന കമൻസ് ഇത്രയും കമൻറ്റൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ.
ഇത്രയും കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കാനാണ് നമ്മൾ വന്നത്. ഞാനൊന്നും നോക്കാറില്ല, കമന്റുകളൊന്നും നോക്കാറില്ല, എല്ലാം ഇവിടെ ഏൽപ്പിച്ചേക്കുക. പിന്നെ നമ്മൾ പിന്നെ അത് നോക്കാം. ഞാനാണ് കമന്റ് വായിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നോക്കാറില്ല എന്നുള്ള ഒന്നാമത് ചേട്ടന് കണ്ണും പിടിക്കത്തില്ല. ചേട്ടൻ കണ്ണാടി വെക്കാൻ പറഞ്ഞ ചേട്ടൻ കണ്ണാടി വെക്കത്തുമില്ല. കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയായി പോട്ടെ. ഇപ്പം ഇത് ഊരിക്കഴിഞ്ഞാൽ ഇത് ഫുള്ള് എനിക്ക് മങ്ങല, എനിക്ക് ഒന്നും കാണാനില്ല. ഞാൻ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇരിപ്പുണ്ടെന്നും കാണാം. ക്ലാരിറ്റി എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട്, എനിക്ക് ലോങ് സൈറ്റും ഉണ്ട്, ഷോർട്ട് സൈറ്റും ഉണ്ട്. അടുത്തിരിക്കണമെന്ന് കാണാൻ അകലിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് വെള്ളെടുത്തിൻ്റെ ഒരു ആരംഭം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൃഷ്ണമണിക്ക് എന്തോ പാട വന്ന് മങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല പെർഫെക്റ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാം കാണാൻ പറ്റുമല്ലോ. അപ്പം ഇനിയിപ്പോൾ വേറെ വിശേഷമൊന്നും പറയാൻ നിൽക്കുന്നില്ല. നമ്മുടെ ആൻസൂട്ടൻ കിടന്ന് ഉറങ്ങി. അവന് പരീക്ഷയുണ്ട് തിങ്കളാഴ്ച. ആൻസൂട്ടൻ്റെ ഹൈസ്കൂളിലെ ആദ്യത്തെ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. മാത്സ് ആണ് അവൻ്റെ സബ്ജക്റ്റ്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല, ഇതൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ നാളെ കഴിഞ്ഞൊക്കെ ഞാൻ വീട്ടിൽ തന്നെയുണ്ട്. ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ അമ്മേ. അപ്പോൾ നാളെ വീട്ടിലുണ്ട്, നാളെ കഴിഞ്ഞ് വീട്ടിലുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല, എങ്ങും ടൂറൊന്നും പോകുന്നില്ല അല്ലേ. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ എന്നും ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂർ കാണിച്ചു തരാമെന്ന്. ഞാനൊരു ഹോം ടൂർ നേരത്തെ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ഹോം ടൂറോടെ എടുക്കാം. അപ്പോൾ ഞാൻ നാളെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ രീതിയിൽ ഹോം ടൂർ എടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മൊത്തം തെറി വിളിക്കും. ഒരു അടുക്ക ചിട്ടയില്ലാതെ മൊത്തം കിടക്കും. അത് പാത്രത്തിൻ്റെ സ്റ്റാൻഡൊന്ന് പിടിപ്പിച്ചായിരുന്നെങ്കിൽ ഹോം ടൂർ ഒന്നുകൂടെ ഭംഗിയാക്കാമായിരുന്നു. അതും പിടിപ്പിച്ചിട്ടില്ല. പിന്നെ ആർട്ടിഫിഷ്യലായിട്ടൊരു ഹോം ടൂർ എനിക്ക് കാണിച്ചിട്ടില്ല. എല്ലാം അടുക്കി വെച്ചിട്ട് അതെ ഇതൊക്കെയാണ് വീട്, അത് അങ്ങനെ കാണിക്കുന്നതിനോടില്ല. എങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ. തെറിവിളി കിട്ടുമെങ്കിൽ തെറിവിളി, നെഗറ്റീവ് വരുമെങ്കിൽ നെഗറ്റീവ്, എങ്ങനെ ആയാലും നമുക്ക് വീഡിയോ 10 പേര് കണ്ടാൽ മതി. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത് വീഡിയോ ആയിട്ട് വീണ്ടും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.